അത്യധികം വേദനയുണ്ടാക്കുന്ന വാർത്ത തമിഴ്നാട്ടിൽ നിന്ന് വരികയാണ്. തമിഴ്നാട്ടിൽ ഭാര്യയെ വെട്ടിക്കൊന്ന് കഷ്ണങ്ങളാക്കിയ സംഭവത്തിൽ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു. 5 ഗ്രാമം സ്വദേശി മരിയ സന്ധ്യയാണ് കൊലപ്പെട്ടത്. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ ചേരുന്നു. രാവിലെ തന്നെ വളരെയധികം വേദനിപ്പിക്കുന്ന ചില വാർത്തകളാണ് ഈ മണിക്കൂറിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തമിഴ്നാട് 5 ഗ്രാമം സ്വദേശിനിയായിട്ടുള്ള മരിയയാണ് ഭർത്താവിൻ്റെ ക്രൂരമായ കൊലപാതകത്തിന് ഇരയായിരിക്കുന്നത്. ഇവരുടെ ഭർത്താവ് മാരിമുത്തുവിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ മരിയയെ വെട്ടി കൊലപ്പെടുത്തിയതിനു ശേഷം കഷ്ണങ്ങളാക്കി ബാഗിൽ സൂക്ഷിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇവർ തമ്മിലുള്ള വാക്കുതർക്കത്തെ തുടർന്നാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. 5 മാസം മുൻപാണ് ഇരുവരും 5 ഗ്രാമത്തിൽ താമസിക്കാനെത്തിയത്. ഭാര്യയുടെ പെരുമാറ്റത്തിൽ മാരിമുത്തുവിന് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു. ഇതിൻ്റെ പേരിൽ ഇവർ തമ്മിൽ പലപ്പോഴും വഴക്കുണ്ടാവാറുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ജോലിക്ക് പോയ മരിയയോട് വീട്ടിലെത്താൻ ആവശ്യപ്പെട്ട മാരിമുത്തു ഇവരെ വീട്ടിലെത്തിയ ശേഷം വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് മൃതദേഹം 3 കഷ്ണങ്ങളാക്കി മുറിച്ച് ബാഗിലെത്തി. അതിനുശേഷം ബാഗ് കഴുകിയ ശേഷം തിരികെ കൊണ്ടുവരുന്നതിനിടയിലാണ് പിടിയിലായത്. ബാഗുമായി ഇയാൾ വരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് പിടി വീണത്. നാട്ടുകാർ മാരിമുത്തുവിനെ തടഞ്ഞു വയ്ക്കുകയും ബാഗ് പരിശോധിക്കുകയും ചെയ്തതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. നാട്ടുകാരാണ് ഈ വിവരം പോലീസിനെ അറിയിച്ചത്. തുടർന്ന് പോലീസ് എത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് തമിഴ്നാട് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ഈ ദമ്പതികൾക്ക് 2 മക്കളാണുള്ളത്. ഏതായാലും വളരെ ദാരുണമായ സംഭവങ്ങളാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ മാത്രമല്ല പലയിടത്തും ഇത്തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അനുജ, പാലക്കാട് വീണ്ടും വാഹനാപകടം. ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. അതിന്റെ കൂടുതൽ റിപ്പോർട്ടുകളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ ബിൽ ചേരുന്നു. ഇന്ന് പുലർച്ചെയാണ് പാലക്കാട് നിന്നും വീണ്ടും ഈ ഒരു ദാരുണമായ അപകടം സംഭവിച്ചിരിക്കുന്നത്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ പുതുപ്പരിയാരത്ത് ഇന്ന് പുലർച്ചയോട് കൂടിയിട്ടാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. പാലക്കാട് മരക്കപ്പറമ്പ് സ്വദേശികളായിട്ടുള്ള കണ്ണൻ, റിൻഷാദ് എന്നിവർക്കാണ് അപകടം സംഭവിച്ചത്. ലോറിയുമായി കൂട്ടിയിടിച്ച ബൈക്കിൽ നിന്ന് തെറിച്ച് വീണ് പരിക്കേറ്റാണ് യുവാക്കൾ മരിച്ചത്. ബൈക്ക് പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ്. ഈ മരിച്ച 2 പേരും ബൈക്ക് യാത്രികർ തന്നെയായിരുന്നു. അപകട വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. അമിത വേഗതയിലായിരുന്നു ഈ ബൈക്ക് എത്തിയതെന്നാണ് ലോറി ഡ്രൈവർ നൽകിയ മൊഴി. അതോടൊപ്പം ഈ യുവാക്കൾ ഹെൽമറ്റ് ധരിച്ചിരുന്നില്ല എന്നും പോലീസ് പറയുന്നു. മൃതദേഹങ്ങൾ ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. നമുക്കറിയാം, പാലക്കാടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വളരെ ഞെട്ടിക്കുന്ന ചില അപകട ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കല്ലടിക്കോട് 4 വിദ്യാർത്ഥികളെ ലോറി അപകടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സാഹചര്യം ഉണ്ടായത്. ഇതൊക്കെ ശരിക്കും വാഹനാപകടങ്ങൾ വർദ്ധിച്ചു വരുന്നതല്ലാതെ യാതൊരു കുറവും ഇതിൽ കണ്ടെത്താൻ പറ്റുന്നില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതായാലും വളരെ ദാരുണമായ ഒരു വാർത്ത തന്നെയാണ് ഈ മണിക്കൂറിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ പഞ്ചായത്ത് മെമ്പറെ വധിച്ച കേസിൽ ഹാജരാകാനെത്തിയ പ്രതിയെ പട്ടാപ്പകൽ കോടതിക്ക് മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തി. കാറിലെത്തിയ 7 അംഗ സംഘമാണ് കൃത്യം നടത്തിയത്. അതിന്റെ കൂടുതൽ റിപ്പോർട്ടുകളിലേക്ക്. കൊലക്കേസിലെ പ്രതി കോടതിയിൽ എത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിൽ ദാരുണമായൊരു സംഭവം നടന്നിരിക്കുന്നത്. 7 സംഘം ചേർന്ന ആളുകൾ കാറിലെത്തിയ ശേഷമാണ് മായാണ്ടി എന്ന യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഈ കേസിലെ 1ാമത്തെ പ്രതിയായിട്ടുള്ള മായാണ്ടിയാണ്, അതായത് തിരുനെൽവേലി ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായിരുന്ന രാജാമണിയെ കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് 1ാം പ്രതിയായിട്ടുള്ള മായാണ്ടി കോടതിയിൽ ഹാജരായത്. കോടതിയിൽ ഹാജരാകാൻ എത്തിയപ്പോൾ രാവിലെയോട് കൂടിയിട്ടാണ് ഈ പ്രതികൾ കാറിലെത്തിയതിനു ശേഷം കോടതി വളപ്പിലിട്ട് വെട്ടി കൊലപ്പെടുത്തിയത്. ഈ കേസിൽ കോടതിയിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപായിരുന്നു ഈ സംഘങ്ങൾ ഇദ്ദേഹത്തെ വെട്ടി വീഴ്ത്തിയത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പിന്തുടർന്നെത്തിയ ശേഷമാണ് ഈ സംഘം മായാണ്ടിയെ കോടതിക്ക് മുന്നിൽ വെട്ടിക്കൊലപ്പെടുത്തിയത്. നിരവധി ആളുകൾ നോക്കി നിൽക്കെയാണ് ഇത്തരത്തിൽ ദാരുണമായ സംഭവം നടന്നത്. കോടതിക്കുള്ളിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ ഓടിയെത്തിയപ്പോഴേക്കും പ്രതികൾ രക്ഷപ്പെട്ടിരുന്നു. വൈകാതെ പ്രതികളിൽ ഒരാളെ തന്നെ പോലീസ് ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. ഇനിയും മറ്റുള്ളവരെ ഒളിവിലാണ്, ഒപ്പമുണ്ടായിരുന്നവരൊക്കെ തന്നെ ഒളിവിലാണ്. ഇന്ദിരാ കോളനിയിലെ മുരുകേശന്റെ മകൻ രാമകൃഷ്ണനെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. കോടതിക്ക് മുന്നിൽ മായാണ്ടിയെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ഇവർ വ്യക്തമായ ആസൂത്രണം ചെയ്തതിനു ശേഷമാണ് ഇവർ ഈ കോടതി വളപ്പിൽ തന്നെ ക്യാമ്പ് ചെയ്തിരുന്നത്. കോടതിയിൽ എത്തുമെന്ന മുന്നറിയിപ്പ് ലഭിച്ചതോടു കൂടിയിട്ടാണ് ഇയാളെ വകവരുത്താൻ തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു സംഘം
ഇവിടെ വളഞ്ഞിരുന്നത്. മറ്റുള്ള ഒപ്പമുണ്ടായിരുന്നവരൊക്കെ തന്നെ ഒളിവിലാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തങ്കമ്മ കേശ്, അതോടൊപ്പം മനോജ്, രമേശ്, ശിവ എന്നിവരാണ് ഇനിയുള്ളത്. ഈ ഇപ്പോൾ പിടികൂടിയിരിക്കുന്ന യുവാവിനെ അടക്കം മറ്റുള്ളവരെയൊക്കെ പോലീസ് അന്വേഷിച്ച് വരികയാണ്. കൊലപാതകത്തിന് ഉപയോഗിച്ച കാർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ആകെ 7 പേരാണ് ഈ കൃത്യം നിർവഹിക്കാൻ എത്തിയിരിക്കുന്നത്. തിരുനെൽവേലി സിറ്റി പോലീസ് കമ്മീഷണർ രൂപേഷ് കുമാർ ആണ് ഈ സ്ഥലം ഇപ്പോൾ സന്ദർശിച്ചിരിക്കുന്നത്. അതോടൊപ്പം രക്ഷപ്പെട്ട മറ്റു പ്രതികളെ പിടികൂടാൻ 3 പ്രത്യേക സംഘങ്ങളെ തന്നെ രൂപീകരിച്ചിരിക്കുന്നു. ഇതോടൊപ്പം കോടതിക്ക് മുന്നിൽ സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണറാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് അന്വേഷിച്ചു വരികയാണ്. കട്ടപ്പനയിൽ സഹകരണ ബാങ്കിൽ ജീവനൊടുക്കിയ സാബുവിന് CPM നേതാവിന്റെ ഭീഷണി. ഫോൺ സംഭാഷണം VMTVക്ക്. നിങ്ങൾ അവരെ പിടിച്ച് തല്ലുകയും നിങ്ങൾക്ക് ഈ മാസത്തെ പൈസ തന്നിട്ട് നിങ്ങളത് പോയിട്ട് ഈ മാസത്തെ പൈസ നിങ്ങൾക്ക് പറഞ്ഞ പകുതി പൈസ തന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അവരെ പിടിച്ച് തള്ളി അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക്. എന്റെ സഹാവേ, നിങ്ങൾ എന്നിട്ട് വിഷയമൊന്നും മാറ്റണ്ടോ? നമ്മൾ പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നതാണ്. നിങ്ങൾ അടി മേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. എന്റെ പൊന്നു സഹായ എന്നെ വേണമെങ്കിൽ കൊന്നു. നിങ്ങൾക്ക് പണി അറിയത്തില്ല എന്നിട്ടാ. നിങ്ങൾക്ക് പണി അറിയത്തില്ല എന്നിട്ടാ. എനിക്ക് സത്യമായിട്ട് ഇങ്ങനത്തെ പണിയൊന്നും അറിയത്തില്ല. സത്യമായിട്ട് അറിയത്തില്ല. അത് പണി മനസ്സിലാക്കി തരാം. എനിക്ക് സത്യമായിട്ട് ഇങ്ങനത്തെ പരിപാടി പണി മനസ്സിലാക്കി തരാം. എന്റെ പൊന്നു സഹായം ഞാൻ പറഞ്ഞൊന്ന് കേട്ടിട്ട് ഞങ്ങൾ ഭൂമിയോളം ക്ഷമിച്ചാ നിൽക്കുന്നത്. ഞങ്ങള് നിങ്ങളുടെയൊക്കെ സ്ഥാപനത്തിന് നിങ്ങൾക്ക് തരാനുള്ള പൈസ തരാൻ വേണ്ടി ആ പിള്ളേരെല്ലാം കിടന്ന് കൈയും കാലും വിട്ട് അടിച്ചു ഓടി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ കുടുംബത്തില് നിങ്ങൾ പറഞ്ഞ കാര്യം അന്തസ്സായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ആ പ്രസ്ഥാനത്തിൽ വന്നാൽ അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ പൊന്നു സഹാവ് അയാൾ എന്നെ ഉപദ്രവിച്ചത്. അതൊക്കെ ഞങ്ങൾക്കറിയാം. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ സെക്രട്ടറിയോട് പോലും നിങ്ങളോട് പറയാതെ അവരെല്ലാവരുടെ കൂടെ നിങ്ങളുടെ പൈസ ഉണ്ടാക്കി തരാനുള്ള ശ്രമത്തിലാണ്. എന്റെ പൊന്നു സഹാവെ അവരെന്നെ കയറി വരുന്നത് കണ്ടു. അന്നേരം ഞങ്ങൾ അവിടെ ഉണ്ട്. എന്റെ പൊന്നു സഹാവെ സംഭവം നടന്ന അങ്ങനെയൊന്നും അല്ല. സത്യത്തിലുള്ള സംഭവം. നിങ്ങൾക്ക് അതിന്റെ വിഷമം വരുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സാബു എന്റെ വിഷമം പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ സാബുവിന് അതിന്റെ ബുദ്ധിമുട്ട് വരുമ്പോഴേ സാബു മനസ്സിലാവുള്ളൂ. സാബുവിന് പൈസ തരാനുള്ളത് ബാങ്കിൽ നിന്ന് തരാനുള്ളത് തരണം. അതിന് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ആശുപത്രി കേസ് ഉണ്ടെന്നും അറിയാം. നിങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞ് ഞാനിവിടെ കൂടി അവരെ വഴക്ക് പറഞ്ഞു ഓരോ കാര്യങ്ങളും ചെയ്യിച്ചോണ്ടിരിക്കുക അവിടെ. എന്റെ പൊന്നു സഹാവ ഇതൊന്നും അല്ല സത്യം. അതൊന്നും അല്ല. അവരെന്താ പറഞ്ഞേക്കുന്ന പോലും എനിക്ക് അറിയത്തില്ല. അവരങ്ങനെ കള്ളവൊന്നും പറയല്ല. നിങ്ങളെ കുറിച്ച് ഇന്ന് വരെ ഞാനൊരു നിങ്ങൾ ഭാര്യയും കൂടെ വന്ന് അവിടെ കിടന്ന് എല്ലാ വേളവും ഉണ്ടാക്കുമ്പോഴും നിങ്ങളുടെ പൈസ തരാനുള്ളത് കൊണ്ട് ബാങ്ക് അതിനു വേണ്ടി കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് ഞങ്ങള് പരമാവധി ക്ഷമയോടെ അത് പോവാണ്. അവരെ എല്ലാം ഞാൻ എപ്പോഴും നിന്ന് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ പൊന്നു സഹാവെ ഞാൻ പറഞ്ഞു മനസ്സിലായിക്കോളൂ. അത് എന്റെ പൊന്നു സഹാവെ അവര് കേക്കുമായിട്ട് പോകുമായിരുന്നു. വണ്ടിയെ കേക്കും കയറ്റി വെച്ചിട്ട് അവര് പോകുമായിരുന്നു. അപ്പൊ ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് റെജി അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നില്ലേ. അപ്പൊ ഞാൻ പൈസ പറയാ തന്റെ ഒരു കോപ്പ് പൈസ എന്ന് പറഞ്ഞ ഒറ്റ എന്നെ പിടിച്ച് ഒരു തള്ളുപോയതേ അവിടെ വെച്ചിട്ട്. തന്റെ ഒരു കോപ്പ് പൈസ എന്ന് പറഞ്ഞ വണ്ടിയെ വെച്ചിട്ട്. അപ്പൊ ആ വണ്ടിയേല് ഈ പുള്ളിക്കാരനും ഇരിപ്പുണ്ട്, മറ്റേ സുജയ് ഇരിപ്പുണ്ട്, ഉടനെ റെജി അവിടെ ഇരിപ്പുണ്ട്. റെജി അവിടെ നിൽപ്പുണ്ട്. അപ്പൊ റെജി പറഞ്ഞു നിങ്ങൾ സംസാരിക്കണ്ട. ആളുകളോട് പൈസ ചോദിക്കുമ്പോ മറുപടിയൊക്കെ പറയുന്നത് ഞങ്ങൾ അനിഷ്ടം രേഖപ്പെടുത്തുന്ന ആളാ ഞാൻ. റെജി ആളുകളോട് എന്തെങ്കിലും ഒരു മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അനിഷ്ടം രേഖപ്പെടുത്തുന്നയാളാ ഞാനൊക്കെ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെയൊന്നും ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. നിങ്ങൾക്ക് പണി അറിയത്തില്ല. ആ ഫ്രണ്ടിലെ ക്യാമറയുണ്ട്. ആ ക്യാമറ നോക്കുമ്പോൾ കൃത്യമായിട്ടും അറിയാം. അവരുടെ ഫ്രണ്ടിലത്തെ ക്യാമറ ഉണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ടും കാണുമ്പോൾ അറിയുകയും ചെയ്യാം. CPM മുൻ കട്ടപ്പന ഏരിയ സെക്രട്ടറിയാണ് ഈ VR സജി. താൻ ബാങ്കിൽ പണം ചോദിച്ചെത്തിയപ്പോൾ ബാങ്ക് ജീവനക്കാരൻ ബിനോയ് പിടിച്ചു തള്ളിയെന്ന് ആത്മഹത്യ ചെയ്ത സാബു ഫോൺ സംഭാഷണത്തിൽ പറയുന്നു. താൻ തിരിച്ച് ആക്രമിച്ചെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുകയാണെന്നും ഇദ്ദേഹം പറഞ്ഞു. ഈ മാസത്തെ പണത്തിൽ പകുതി നൽകിയിട്ടും ജീവനക്കാരനെ ഉപദ്രവിക്കേണ്ട കാര്യം എന്താണെന്ന് സജി തിരിച്ചു ചോദിക്കുന്നു. വിഷയം മാറ്റാൻ നോക്കണ്ടെന്നും അടി വാങ്ങിക്കേണ്ട സമയം കഴിഞ്ഞെന്നുമാണ് സജി പറയുന്നത്. പണി മനസ്സിലാക്കി തരാമെന്നുകൂടി ഭീഷണിപ്പെടുത്തുന്നു. പണം തരാൻ ഭരണസമിതിയും ജീവനക്കാരെ ശ്രമിക്കുമ്പോൾ ജീവനക്കാരനെ ആക്രമിച്ചത് ശരിയല്ലെന്നാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേസിൽ കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും മൊഴി പോലീസ് ഇന്ന് തന്നെ രേഖപ്പെടുത്തും. സാബു ബാങ്കിലെത്തിയ സമയത്തെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇത് വിശദമായി തന്നെ പരിശോധിക്കും. പ്രാഥമിക പരിശോധനയിൽ സാബുവും ജീവനക്കാരും തമ്മിൽ കയ്യേറ്റം ഉണ്ടായതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആത്മഹത്യക്കുറിപ്പിലുള്ള പേര് ബാങ്ക് സെക്രട്ടറി റെജി, ജീവനക്കാരനായ ബിനോയ്, സുജാമോൾ എന്നിവരുടെ മൊഴികളാണ്
ബന്ധുക്കളാണ് ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തുന്നത്. ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ വിദേശത്തുള്ള ബന്ധുക്കൾ എത്തിയതിനു ശേഷം മാത്രമേ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുകയുള്ളൂ. ഏതായാലും വളരെയധികം ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. ഇന്നലെ 7 മണിയോട് കൂടിയിട്ടാണ് ബാങ്കിന് മുന്നിൽ ഇദ്ദേഹത്തെ സാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭാര്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം ബാങ്കിലേക്ക് നിക്ഷേപിച്ച പണം ആവശ്യപ്പെടാൻ എത്തിയത്. അപ്പോഴാണ് ഇത്തരത്തിൽ ബാങ്ക് ജീവനക്കാരിൽ നിന്നും അതിമോശമായ രീതിയിലും അതിക്രൂരമായ രീതിയിലുമുള്ള പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഇതേ തുടർന്നാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യക്കുറിപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ ഈ ആളുകളുടെയൊക്കെ, അതായത് ബാങ്ക് ജീവനക്കാരായ വ്യക്തികളുടെയൊക്കെ പേര് സഹിതം അദ്ദേഹം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും വിശദമായ അന്വേഷണത്തിനാണ് ഇപ്പോൾ പോലീസ് തയ്യാറായിരിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് ഈ കുടുംബം പരാതി നൽകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അനുജ, ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം.